എന്തെങ്കിലും പറയും. ഒറ്റയ്ക്കല്ലേ വന്നത്. അവിടുന്ന് ചക്ക കൊണ്ട് തിന്നു. മോൻ വരും. ചൂടുണ്ട്. ചൂട് വരെ വേണം. ചൂട് വരെ വേണം. കുടിക്കും. അവിടുന്ന് ചക്ക കൊണ്ട് തിന്നു. എല്ലാ ദിവസവും രാവിലെ ആര് കൊണ്ട് തരും ഞാൻ കഴിക്കാൻ? മോൻ കൊണ്ടുവരും. എത്ര മണിക്ക് വരും? സമയോടൊപ്പം. ഉച്ചയ്ക്കോ? ഉച്ചയ്ക്കോ? ചക്ക കൊണ്ട് ചക്ക കഴിച്ചോ? കഴിച്ചു. എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങളമ്മ വിളിക്കാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഇന്ന് ചിലപ്പോഴാണ് നോക്കട്ടെന്ന്. അപ്പൊ വൈകിട്ടത്തെ ആഹാരം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങളിന്ന് തരും ആഹാരം കേട്ടോ. ചക്ക കൊള്ളായിരുന്നോ? ചക്ക കൊള്ളായിരുന്നോ? ഞാൻ ശരി ചോറ് കൊണ്ടുവരട്ടെ? വേണ്ട. ഇരിപ്പുണ്ടോ ചോറ്? ചോറിരിപ്പുണ്ടോ അമ്മേ? ചോറിരിപ്പുണ്ടോ? എവിടാ? എന്താ വരത്തില്ല അമ്മച്ചി? മോനെ വിളിച്ചു. മോനെ വിളിച്ചാൽ പറഞ്ഞു ഇന്ന് വരത്തില്ല. ഇന്നലെ കൊണ്ടുവന്ന ആഹാരം കൊടുത്തിട്ടുണ്ടെന്ന്. ഒരാഴ്ചത്തേക്കുള്ള ആഹാരം ഇവിടെ വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്ന് ആണോ? 9 മക്കളും തനിച്ചാക്കിയപ്പോഴും ഒരു വാക്കുകൊണ്ടുപോലും അവരെ തെല്ലിപ്പറയാൻ കഴിയാത്ത ഈ അമ്മയുടെ മനസ്സ്. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒടുവിൽ മുഷിഞ്ഞ വസ്ത്രവും പഴകിയ ഭക്ഷണവും ഇതിലാരോരുമില്ലാതെ ഈ വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ട ഈ അമ്മയുടെ ജീവിതം. വർഷങ്ങളായി ഈ അമ്മ അനുഭവിക്കുന്ന നരകയാതനകൾ. അമ്മയെ നോക്കുന്നില്ലെന്നാണല്ലോ പറയുന്നത്. വല്ലപ്പോഴേ വരത്തുള്ളൂ. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയെന്നൊക്കെയല്ലോ പറയുന്നേ. മക്കൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഒക്കെ എന്തെങ്കിലും പറയും. ഒറ്റയ്ക്കല്ലേ വന്നത്. അമ്മച്ചി മൊത്തം സ്വത്തല്ല എഴുതി കൊടുത്തു. മക്കളത് വാങ്ങിച്ചു. അമ്മച്ചിയെ ഒറ്റയ്ക്ക് ഒരു വീട്ടിനകത്ത് പട്ടിണി കിട്ട് പട്ടിയെ പോലാണ് ഇട്ടേക്കുന്നത് അല്ലയോ? ഇനി ഇത് ഞങ്ങള് നാട്ടുകാര് ഇത് നോക്കി നിൽക്കത്തില്ല. അമ്മച്ചി ആ പൂട്ട് കൊടുത്തോണ്ട് അമ്മച്ചിക്കുള്ള ആഹാരം ഞങ്ങൾ തരും. വെള്ളമുണ്ടോ? അമ്മയുടെ പേരെന്തുവാ? മേരിക്കുട്ടി. വീട്ടുപേരോ? ചാങ്കൂര്. മക്കളല്ലേ എവിടെ താമസിക്കുന്നേ? ഓരോ സ്ഥലത്തെന്ന് പറഞ്ഞാൽ അമ്മമ്മയ്ക്ക് അറിയാവല്ലോ എവിടാന്നുള്ളതെന്ന് പറഞ്ഞ. 2 പേര് ബാംഗ്ലൂര്, 2 പേര് അമേരിക്കയിൽ, പിന്നെ ഒരാള് മാബൂട്ട്. ഇവിടുത്തെ ആളത് അമേരിക്കയിലാണ്. ഇനിയെങ്കിലും ഇതുപോലെയുള്ള ദുരവസ്ഥകൾ ഒരമ്മയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.